ഇന്ത്യ മറ്റൊരു രാജ്യത്തിന് പണി കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അത് ആയുധമെടുക്കേണ്ട ആവശ്യമില്ല. അത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കണ്ടു. പിന്നീട് പെഹൽഗാമുമായി ബന്ധപ്പെട്ട് നാം കണ്ടിട്ടുണ്ട്. പെഹൽഗാമുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെ വെള്ളം തടയുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ആ സമയത്ത് പാകിസ്ഥാന് വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നൽകിയ തുർക്കിയുടെ അവസ്ഥയോ, തുർക്കിയിലേക്ക് ഇന്ത്യയുടെ ടൂറിസ്റ്റുകൾ പോകുന്നത് നിർത്തി അതിന്റെ പശ്ചാത്തലത്തിൽ വലിയ ഒരു തകർച്ച ഉണ്ടാകുന്നു. ആ ഒരു ടൂറിസം ആയുധം നാം പണ്ട് മാലിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മാലിയും ചൈനയും തമ്മിൽ അടുക്കുന്ന പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിക്കുകയും പിന്നീട് ലക്ഷദ്വീപിലേക്ക് ടൂറിസ്റ്റുകൾ പോവുകയും മാലിയെ പൂർണ്ണമായി ഇന്ത്യയിലെ ടൂറിസ്റ്റുകൾ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ആയുധം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ അമേരിക്കയ്ക്കെതിരെയും എടുത്തിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ടൂറിസ്റ്റുകൾ നമുക്കറിയാം, ഇന്ത്യ ജനസംഖ്യാപരമായി വലിയ രീതിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ട്രംപിന്റെ വിദേശ നയങ്ങളുടെ പശ്ചാത്തലത്തിലാണോ എന്നറിയില്ല. എന്തായാലും ടൂറിസവുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ആ കണക്ക് ഇങ്ങനെയാണ്: 2021 ശേഷം അമേരിക്കയിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം, ഇന്ത്യയിൽ നിന്ന് എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. ആ 2025 ജൂലൈ 20 ജൂലൈയിലെ കണക്കനുസരിച്ച് 2.1% ഇപ്പോഴുള്ള കണക്ക്. 2.1%, 1 ലക്ഷം പേരാണ് അവിടെ സന്ദർശിച്ചിരിക്കുന്നത്, അമേരിക്ക സന്ദർശിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം അത് 2.2 ലക്ഷമായിരുന്നു. അങ്ങനെ വലിയ ശതമാനത്തിൻ്റെ ഇടിവ്, 8% ഒരു ഗ്യാപ്പാണ് നിലവിൽ കാണിക്കുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അമേരിക്കയിൽ എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 4-മതാണ്. അതിൽ 1-മത് നിൽക്കുന്നത് മെക്സിക്കോയും, 2-മത് കാനഡയും, 3-മത് യുകെയുമാണ്. യുകെയും ഇന്ത്യയും തമ്മിലാണ് ഈ മത്സരം നടക്കുന്നത്. മെക്സിക്കോയും കാനഡയും അറിയാം, അത് അയൽ രാജ്യങ്ങളാണ്. അപ്പോൾ അയൽ രാജ്യത്തിൽ നിന്നും തങ്ങളുടെ രാജ്യത്തിലേക്ക് ഈ ടൂറിസ്റ്റുകൾ ഉണ്ടാകുകയാണെങ്കിൽ വലിയ സാമ്പത്തിക മെച്ചമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ 1-2 സ്ഥാനങ്ങളിൽ വിദേശ രാജ്യങ്ങളുമായി തട്ടിക്കുമ്പോൾ നിൽക്കുന്നതും യുകെയും ബ്രിട്ടനും ഇന്ത്യയുമാണ്. ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഈ വലിയ ഇടിവുണ്ടായിരിക്കുന്നത്. വാണിജ്യ വകുപ്പിന്റെ, നാഷണൽ ട്രാവൽസ് ആൻഡ് ടൂറിസം വകുപ്പിന്റെ ചില കണക്കുകൾ പ്രകാരമാണ് ഈ 8% ഇടിവ് ഇന്ത്യയുടെ ടൂറിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് കുറച്ച് നാളുകളായി നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാം, സാമ്പത്തികമായി അവർ വലിയ തിരിച്ചടികൾ നേരിടുന്നതായി പല രീതിയിലുള്ള റിപ്പോർട്ടുകളുണ്ട്. കുറച്ചു കാലങ്ങളായി, പ്രത്യേകിച്ച് ജോ ബൈഡന്റെ കാലത്ത് അവരുടെ തെറ്റായ നയങ്ങളുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തികമായി വലിയ തകർച്ച ഉണ്ടായത് കൊണ്ടാണ് പിന്നീട് ജനങ്ങൾ ട്രംപിനെ അധികാരത്തിൽ എത്തിച്ചത്. ട്രംപ് പറഞ്ഞിരുന്നു, ഞാൻ വരികയാണെങ്കിൽ അമേരിക്കയെ വലിയ രീതിയിൽ ഉണ്ടാക്കാൻ കഴിയും, എൻ്റെ നയങ്ങളും അതോടൊപ്പം തന്നെ എൻ്റെ സാമ്പത്തിക നയങ്ങൾ അമേരിക്കയെ പഴയ അമേരിക്കയാക്കി മാറ്റുമെന്ന് പറഞ്ഞു. പിന്നീട് ഇപ്പോൾ സംഭവിച്ചത്, അദ്ദേഹത്തിന് ഉപദേശം നൽകുന്ന ആരോ എല്ലാം മണ്ടൻ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്വന്തം സൗഹൃദമുള്ള രാജ്യങ്ങളെ തന്നെ പിണക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അതെല്ലാം മുന്നിൽ കണ്ടാണ് 5 മുഴുവൻ പരിശോധിക്കുകയാണെങ്കിൽ 5.5% തകർച്ചയാണ് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ടൂറിസ്റ്റുകൾ എത്തുന്നില്ല, ഇന്ത്യയിൽ നിന്നെത്തുന്നില്ല, ചൈനയിൽ നിന്നെത്തുന്നില്ല, ബ്രസീലിൽ നിന്നില്ല. അങ്ങനെ എല്ലാ രാജ്യങ്ങളും അമേരിക്കയെ ഒറ്റപ്പെടുത്തുകയാണ് ട്രംപിന്റെ ഈ നയത്തിന്റെ പശ്ചാത്തലത്തിൽ. ട്രംപ് ഇപ്പോഴെങ്കിലും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അമേരിക്കയെ കാത്തിരിക്കുന്ന വലിയ സാമ്പത്തിക തകർച്ചയാണ്. ട്രംപിനെ ഇപ്പോൾ ആഭ്യന്തരമായി തന്നെ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. സാമ്പത്തിക വിദഗ്ധരും അതോടൊപ്പം തന്നെ മുൻ സൈനിക ഉപദേഷ്ടാക്കൾ അടക്കമുള്ളവർ ട്രംപിനോടൊപ്പം പ്രവർത്തിച്ചവർ പറയുകയാണ്, സ്വന്തം സൗഹൃദ രാജ്യങ്ങളെ പിണക്കരുത്, പ്രധാനപ്പെട്ട രാജ്യങ്ങളെ പിണക്കരുത്. പക്ഷെ ട്രംപ് ഒന്നും കേൾക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നയവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, ഇന്ന് ചൈനയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ. റഷ്യയും അതോടൊപ്പം തന്നെ ഇന്ത്യയും അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയും നേതാക്കൾ അവിടെയുണ്ട്. അവർ സംസാരിക്കുകയാണ്. അതിലൂടെ തന്നെ വ്യക്തമാകുന്നത് ഒരു സന്ദേശമാണ്: എല്ലാ രാജ്യങ്ങളും, ഇന്ത്യ അതോടൊപ്പം തന്നെ റഷ്യ, ചൈന, ബ്രസീൽ അടക്കമുള്ള ജപ്പാൻ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അമേരിക്ക തന്നെയാണ്. അമേരിക്കയുടെ ഇത്തരം നയങ്ങൾക്കും ഭീഷണികൾക്കും ഒന്നും ഇനി കാലമില്ല എന്ന ഒരു തുറന്നു പറച്ചിൽ കൂടെയാണ് ആ യോഗങ്ങളിൽ നാം കാണുന്നത്. ഇങ്ങനെ അമേരിക്കയെ ലക്ഷ്യമിട്ട് പോവുകയാണെങ്കിൽ
അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. ഈ ശീതയുദ്ധ കാലത്തെ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. ഈ അമേരിക്ക പണ്ട് ശീതയുദ്ധ കാലത്ത് റഷ്യയുമായി ബന്ധം സ്ഥാപിക്കുന്നവരെ വിരട്ടാനും അവരെ ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചിരുന്നു. ആ ഒരു നയം തന്നെയാണ് ഇപ്പോഴും ട്രംപ് പിന്തുടരുന്നത്. പക്ഷെ ട്രംപിന് കാലം മാറിയത് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ സ്ഥലത്തേക്ക്, റഷ്യയുടെ സ്ഥലത്തേക്ക് ചൈന വളരുകയും അതോടൊപ്പം തന്നെ സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തേക്ക് ചൈന വളരുകയും റഷ്യ കരുത്തായി നിൽക്കുകയും അമേരിക്ക എന്ന പുതിയ ശക്തി വളർന്നു വരികയും ചെയ്തു. കുറച്ചു കാലങ്ങളായി സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പറയുകയാണ്, ഇപ്പോൾ ഇന്ത്യയിൽ, ലോകത്തിൽ തന്നെ ഏറ്റവും അധികം സാമ്പത്തികമായി കുതിപ്പുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയെ പിണക്കരുതെന്ന ആവശ്യം പലതവണ ഉന്നയിക്കുമ്പോഴും മറ്റൊരു കാര്യം പരിശോധിച്ചാൽ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന മാർക്കറ്റിനെ എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കാനും അവരുടെ സാധനങ്ങൾ ഇന്ത്യയിൽ കച്ചവടം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ചെറിയ സംഖ്യയല്ലല്ലോ. ചൈനയായാലും അത്തരത്തിലാണ്. ഈ രണ്ട് രാജ്യങ്ങളെയും ആ സ്ഥലങ്ങളിലേക്ക് മാർക്കറ്റ് ലക്ഷ്യമിട്ടാണ് അമേരിക്ക പോലുള്ള അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നത്. ഇപ്പോൾ ആ കമ്പനികൾക്കെല്ലാം വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. ഇതെന്തായിരിക്കും ട്രംപ് മനസ്സിലാക്കാത്തത്? ഇപ്പോൾ തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ രാജ്യത്ത് തന്നെ ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ട്രംപിന്റെ നയത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഇതെന്തായാലും അമേരിക്കയെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടിയിൽ കൊണ്ടെത്തിക്കും. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുണകരമായ കാര്യമാണ്. ചെറിയ തിരിച്ചടികൾ ഉണ്ടാകുമെങ്കിലും, ട്രംപിന്റെ നയത്തിൽ ചെറിയ തിരിച്ചടികൾ ഉണ്ടാകുമെങ്കിലും പൂർണ്ണമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഗുണകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ അമേരിക്ക എന്ന ഒറ്റ മാർക്കറ്റിന് ലക്ഷ്യമിട്ടായിരുന്നു കുറെ കാലം മുന്നോട്ട് പോയത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ത്യ പുതിയ മാർക്കറ്റുകൾ തേടി പിടിക്കുകയാണ്. 40-ലധികം പുതിയ കമ്പോളങ്ങളിലേക്ക് ഇന്ത്യയുടെ കച്ചവടം ആരംഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ നമുക്ക് മനസ്സിലായതാണ് അമേരിക്ക പാകിസ്ഥാനോട് അടുക്കുകയും പാകിസ്ഥാനോട് സൗഹൃദം കൂടുകയും ചങ്ങാത്തം കൂടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പുതിയ കമ്പോളങ്ങൾ കണ്ടെത്തുക എന്നത് ഇന്ത്യയുടെ നീക്കത്തിന്റെ ഫലമാണ്. തുടർന്നുണ്ടായ മോദിയുടെ സന്ദർശനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മോദിയുടെ ഓരോ സന്ദർശനവും അമേരിക്കക്കെതിരായിരുന്നു, പാകിസ്ഥാനെതിരായിരുന്നു, തുർക്കിക്കെതിരായിരുന്നു. പുതിയ കമ്പോളങ്ങൾ തേടിയുള്ള ഒരു നീക്കമായിരുന്നു. ആഫ്രിക്ക അടക്കമുള്ള പുതിയ കമ്പോളങ്ങൾ കണ്ടെത്തുകയാണ്. ഇന്ത്യയുടെ പല കച്ചവട സ്ഥാപനങ്ങളും ഇനി തങ്ങളുടെ കമ്പോളമായി കാണാൻ പോകുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലായിരിക്കും. ആഫ്രിക്കൻ രാജ്യങ്ങളെ ചില രാജ്യങ്ങൾ, മുതലാളിത്ത രാജ്യങ്ങൾ പൂർണ്ണ രീതിയിൽ പരിഗണിച്ചിരുന്നില്ല. മറിച്ച് ഇന്ത്യ പൂർണ്ണമായി തന്നെ പരിഗണിക്കാൻ തയ്യാറാകുന്നു. അവരുടെ പ്രതിസന്ധികളിൽ ഇന്ത്യ കൂടെ നിൽക്കുന്നു. അങ്ങനെ ഇന്ത്യ പുതിയ കമ്പോളങ്ങൾ തുറക്കുകയാണ്. ഈ കമ്പോളങ്ങൾ തുറക്കുന്നത് ഇന്ത്യക്ക് ഭാവിയിൽ വലിയ രീതിയിൽ GDP പരമായും വലിയ സാമ്പത്തികപരമായും ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യുമെന്നത് വ്യക്തമാണ്. എന്തായാലും നിലവിലെ ഒരു ലോകക്രമം അനുസരിച്ച് ചൈന, റഷ്യ, ജപ്പാൻ, ഇന്ത്യ, ഈ 4 രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ ബ്രസീലുമുണ്ട്. ആ രാജ്യങ്ങളുടെ ഒരു ഉണർവായിരിക്കും, ഇനി ഒരു മുന്നേറ്റമായിരിക്കും ലോകം കാണുക. അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നത് എന്തായാലും അമേരിക്കയിലെയും ട്രംപിന്റെയും ചില സ്വപ്നങ്ങളായിരിക്കും. മുൻപ് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടായപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പിടിച്ചു നിന്നു. ആ ഘട്ടത്തിൽ പൂർണ്ണമായി തന്നെ തകരുന്ന രീതിയിലേക്കാണ് അമേരിക്ക പോകുന്നത്. അങ്ങനെ എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് ആയുധ കച്ചവടത്തിലൂടെ പിടിച്ചു നിൽക്കാമെന്ന് അങ്ങനെ ഒരു തെറ്റായ ധാരണ ഉള്ളതായി സംശയമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വരികയാണ്. ഇന്ത്യ ഇപ്പോൾ അമേരിക്കയെ പൂർണ്ണമായി ഒഴിവാക്കുകയാണ്. ആയുധ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഇനി അമേരിക്കയുടെ ആയുധങ്ങൾ വേണമെന്നില്ല. പകുതിയിലധികവും ഇന്ത്യ സ്വയം നമ്മുടെ രാജ്യത്ത് തന്നെ വികസിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെല്ലാം ഇന്ത്യ ഉപയോഗിച്ചത് ആരുടെ ആയുധങ്ങളാണ്? അമേരിക്കയുടെയാണ്? അല്ല, അത് റഷ്യയുടെ ആയുധങ്ങളാണ്. റഷ്യയുമായി ഇന്ത്യ ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആയുധ കച്ചവടങ്ങൾ വാങ്ങുന്നു. 5ാം തലമുറ വിമാനങ്ങൾ വാങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അതോടൊപ്പം തന്നെ ഫ്രാൻസുമായി ചേർന്ന് ഇന്ത്യയിൽ തന്നെ 5ാം തലമുറ വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. അത്തരം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള വലിയ തയ്യാറെടുപ്പുകൾ ഇന്ത്യ നടപ്പിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ ഇപ്പോൾ മുൻകാലങ്ങളിൽ പോലെ രഹസ്യമായ ഒരു നീക്കമില്ല. അമേരിക്ക വെല്ലുവിളിക്കുകയാണെങ്കിൽ റഷ്യയോടൊപ്പം ചൈനയോടൊപ്പം ഇന്ത്യ നിൽക്കുകയാണ്. ചിത്രങ്ങൾ പുറത്തു വരികയല്ലേ? ചൈനയിൽ ഇന്ന് നാം കണ്ട ചിത്രങ്ങൾ എന്താണ്? ട്രംപ്, അതോടൊപ്പം തന്നെ ചൈനീസ് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി,
പുടിൻ, ചൈന, അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി എന്നിവരുമായി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇത് അമേരിക്കയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങളുടെ ഈ ഭീഷണിയും വിരട്ടലെല്ലാം കയ്യിൽ വെച്ചാൽ മതി. ഇനിയുള്ള കാലം ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളുടെ ആവശ്യങ്ങളുണ്ട്, ഞങ്ങളുടെ ലക്ഷ്യങ്ങളുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിന്റെ വികസന നയങ്ങളുണ്ട്. അമേരിക്കയുമായി സംബന്ധിച്ച്, ട്രംപുമായി സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ സ്വന്തം രാജ്യം തകർന്നാലും, ടൂറിസം മേഖല തകർന്നാലും, സാമ്പത്തികമായി തകർന്നാലും തനിക്കൊരു പ്രശ്നമില്ല. തനിക്ക് എന്തായാലും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. തനിക്ക് വേണമെങ്കിൽ നൊബേൽ സമ്മാനം താൻ നേടിക്കോളൂ. പക്ഷേ ഇപ്പോൾ വളർന്നു വരുന്ന രാജ്യങ്ങൾക്ക് വികസന സ്വപ്നങ്ങളുണ്ട്, വികസന അജണ്ടകളുണ്ട്. ആ അജണ്ടയുമായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നതെന്നും ഈ രാജ്യങ്ങൾ തുറന്നു പറയുകയാണ്. അത് തന്നെയാണ് നാം ഈ ചൈനയിൽ നടക്കുന്ന മീറ്റിംഗിൽ കണ്ടത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വ്യവസായം വളരുക, അതോടൊപ്പം തന്നെ തനിക്ക് നൊബേൽ സമ്മാനം ലഭിക്കുക, സമാധാനത്തിനുള്ള ലഭിക്കുക, അതിന് മണിയടിച്ചു തരുന്ന പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളും അതോടൊപ്പം തന്നെ തുർക്കി അടക്കമുള്ള രാജ്യങ്ങളെയും വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നത്? ദാരിദ്ര്യരേഖ, അങ്ങനെ പട്ടിണിയും പരിവട്ടവുമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. സാമ്പത്തികമായി വലിയ തകർച്ചയാണ്.